തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെ മുഖ്യമന്ത്രി പരാമർശങ്ങളാണ് കോൺഗ്രസിന് ഒരു പുതിയ തലവേദനയായി മാറുന്നത്. മുതിർന്ന നേതാക്കന്മാരാണ് പ്രസംഗവേദികളിലൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവല്ലയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ PJ കുര്യൻ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് ഭാവിയിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു. ഇത് എന്തൊക്കെ ദോഷം വരുത്തുമെന്നും ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളായി മാറുമെന്നും PJ കുര്യൻ ചിന്തിക്കാതെ നടത്തിയ ഒരു പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇനി നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യൻ തന്നെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. നല്ല ബുദ്ധിയോടെയായിരിക്കാം ഒരുപക്ഷെ PJ കുര്യൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മുഖ്യമന്ത്രി പദവിക്കായി മോഹിക്കുന്നവർ നിരവധി പേരുണ്ടെന്നാണ് കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കന്മാർ തന്നെ അടക്കം പറയുന്നത്. എന്തായാലും PJ കുര്യൻ മാത്രമല്ല ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. മുൻ KPCC അധ്യക്ഷനും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ഡൽഹിയിൽ തങ്ങി ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത K. സുധാകരനും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം നടത്തി. ഭാവിയിലെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആയാലും അതിൽ അതിശയപ്പെടേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഈ പരാമർശങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് വലിയ തരത്തിൽ മുഖവിലേക്കെടുക്കുന്നുണ്ട്. കാരണം ആദ്യം എങ്ങനെയെങ്കിലും വിജയിക്കണം. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും, ഭൂരിപക്ഷം നേടാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ വലിയ തരത്തിൽ കല്ലുകടിയായി മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വാക്കുകൾ വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത്. പ്രത്യേകിച്ചും KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ. ഉചിതമായ സമയത്ത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നേടണം. അതിനുള്ള പെടാപ്പാടിലാണ് കോൺഗ്രസും ഘടകകക്ഷികളുമൊക്കെ. അതിനിടയിൽ ആവശ്യമില്ലാത്ത ഇത്തരം പരാമർശങ്ങൾ വേണമോ വേണ്ടയോ എന്നൊരു ചോദ്യം നേതാക്കൾ തന്നെ പരസ്പരം ചോദിക്കുന്നുണ്ട്. VD സതീശൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിലവിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസ് ജയിക്കണം, അതിന് ആവശ്യമായ നീക്കങ്ങൾ നടത്തണം. ഇത്തരം മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് AICC ആയിരിക്കും, ഹൈക്കമാൻഡ് ആയിരിക്കും. അതിനുള്ള സമയം പിന്നീടുണ്ടാകും. നിലവിൽ വിജയിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ഈ മുതിർന്ന നേതാക്കന്മാർ നല്ല ബുദ്ധി ഉപയോഗിച്ചാണോ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചില പേരുകൾ നിർദ്ദേശിക്കുന്നത് എന്നുള്ള സംശയം കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് മുന്നിലുണ്ട്. എന്തായാലും ആ സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നിയമസഭയിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന കോൺഗ്രസ്സിന് ഈ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പ്രസംഗവേദികളിലെ അല്ലെങ്കിൽ പ്രചരണ വേദികളിലെ വാഗ്വാദങ്ങളുമൊക്കെ തന്നെ വലിയ തരത്തിൽ ദോഷം ചെയ്യുമോ എന്നൊരു ചിന്ത കൂടി ഇല്ലാതെയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി എന്നൊരു ചർച്ചയില്ല എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കന്മാർ പറയുന്നത്. കാരണം ആദ്യം ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം ഉറപ്പിക്കണം. കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ഈ പരാമർശങ്ങൾ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കിയായിരിക്കും ഒരു പക്ഷേ നേതാക്കന്മാരുടെ പ്രസംഗം. ഇതിനിടയിൽ മതസാമുദായിക സംഘടനകൾ എന്തായാലും തലയിട്ടിട്ടില്ല. സാധാരണഗതിയിൽ NSSും SNDPയും ഒക്കെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചില അവരുടെ സംശയങ്ങളും ചില ആശങ്കകളുമൊക്കെ പങ്കുവയ്ക്കുന്ന പതിവുണ്ട്. നിലവിൽ ഇതുവരെ അത്തരത്തിൽ അങ്ങനെ ആശങ്കകളോ സംശയങ്ങളോ ഒന്നും തന്നെ മതസാമുദായിക സംഘടനകൾ പങ്കുവച്ചിട്ടില്ല. എന്തായാലും ഉചിതമായ സമയത്ത് ഉചിതമായ തരത്തിലുള്ള ചർച്ചയിലൂടെ കൃത്യമായി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഘടകകക്ഷികളും പറയുന്നത്. എന്തായാലും PJ കുര്യനും ഒപ്പം K. സുധാകരനുമൊക്കെ
അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആശയങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടതെന്ന് മുതിർന്ന നേതാക്കന്മാരും പറയുന്നു.